വെസ്റ്റ് ഇൻഡീസ് കരീബിയൻ പ്രദേശത്തുള്ള ഒരു ചെറിയ ദ്വീപരാജ്യമാണ് ബാർബഡോസ്. 3 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. കോഴിക്കോട് ജില്ലയുടെ 1/4 ഭാഗം വലിപ്പമേ ഈ കൊച്ചു രാജ്യത്തിനുള്ളൂ. എങ്കിലും ഇന്ത്യയുടെ 10 ഇരട്ടി ആളോഹരി വരുമാനമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ 60 വർഷം പൂർത്തിയായി. രാഷ്ട്രത്തലവൻ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു. എങ്കിലും 2 വർഷം മുമ്പ് സ്വന്തമായി ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ഇംഗ്ലണ്ടിലെ രാജാവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പുതിയ രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇംഗ്ലണ്ടിലെ രാജാവ് ചാൾസ് മൂന്നാമൻ നേരിട്ട് ബാർബഡോസിൽ വന്നിരുന്നു. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ബാർബഡോസ്. ജനങ്ങൾക്ക് താമസിക്കുവാനും സ്കൂളുകൾക്ക് കളിസ്ഥലം ഉണ്ടാക്കുവാനും വേണ്ടത്ര സ്ഥലം ദ്വീപിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് വളരെ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത്. ഇംഗ്ലീഷാണ് ഈ രാജ്യത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്. കൂടുതൽ ആളുകളും ക്രിസ്ത്യാനികളാണ്. ചെറിയ എണ്ണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബഹായി മതക്കാരും ജൂതന്മാരും ഇവിടെയുണ്ട്. 800ഓളം അംഗങ്ങളുള്ള ഒരു സൈന്യം ഈ രാജ്യത്തിന് സ്വന്തമായിട്ടുണ്ട്. അതിനു പുറമെ ഒരു പോലീസ് ഫോഴ്സും ഇവിടെയുണ്ട്. കരിമ്പ് കൃഷിയാണ് പ്രധാന വരുമാന മാർഗം. ചെറിയൊരെണ്ണം ഫാക്ടറികളും ഇവിടെയുണ്ട്. അടുത്ത കാലത്തായി ടൂറിസം മേഖലയ്ക്ക് വൻ വളർച്ചയുണ്ടായിട്ടുണ്ട്. ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതലായി വ്യാപാരം നടത്തുന്നത് കാനഡ, അമേരിക്ക തുടങ്ങിയ അയൽരാജ്യങ്ങളുമായിട്ടും യൂറോപ്പിൽ ഇംഗ്ലണ്ടുമായിട്ടുമാണ്. 100% സാക്ഷരതയുള്ള ഒരു രാജ്യമാണ് ബാർബഡോസ്. കേരളത്തിലെ പോലെ ചാക്കിരി പാസ് ഇവിടെ നടപ്പാക്കിയിട്ടില്ല. 6ാം ക്ലാസ് പൂർത്തിയാക്കിയ കുട്ടികൾ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയാൽ മാത്രമേ ഹൈസ്കൂളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷ നടത്തുന്നത്. ബാർബഡോസിന്റെ തലസ്ഥാനം ബ്രിഡ്ജ് ടൗൺ സിറ്റിയാണ്. ഏകദേശം 1 ലക്ഷം ആളുകൾ ഈ നഗരത്തിൽ താമസിക്കുന്നു. വളരെ മനോഹരമായി നഗരകേന്ദ്രം സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുനെസ്കോ തലസ്ഥാന നഗരിയുടെ കേന്ദ്രഭാഗം ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ നഗരങ്ങളൊന്നും തന്നെ നഗരകേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനോ ഉള്ളവ സംരക്ഷിക്കുവാനോ മുതിരാത്തതുകൊണ്ട് സ്വന്തമായ ഐഡന്റിറ്റിയുള്ള നഗരങ്ങൾ കേരളത്തിൽ വളരെ കുറവായി മാറിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി നഗരത്തിന് മാത്രമാണ് സ്വന്തമായി ഒരു നഗരകേന്ദ്രം ഉണ്ടാക്കാൻ പറ്റിയത്. ടൂറിസ്റ്റുകൾ തലസ്ഥാന നഗരിയിൽ വരുന്നത് കത്തീഡ്രലും സിനഗോഗും പാർലമെന്റ് ബിൽഡിങ്ങും പ്രധാനമന്ത്രിയുടെ കൊട്ടാരവും കോട്ടയും മ്യൂസിയങ്ങളും കാണുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അമേരിക്കൻ രാഷ്ട്രപതി ജോർജ് വാഷിംഗ്ടൺ ഈ ദ്വീപിൽ വന്നതിന്റെ സ്മരണക്കായി ഒരു കൊട്ടാരം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്റ്റിലറികൾ സന്ദർശിക്കുവാനും കടൽ കൊള്ളക്കാരുടെ ചരിത്രം കാണിക്കുന്ന ടൂറുകളിൽ പങ്കെടുക്കുവാനും സ്ക്യൂബ ഡൈവിങ്ങിനും ടൂറിസ്റ്റുകൾക്ക് അവസരം ലഭിക്കുന്നു. തലസ്ഥാന നഗരിയിലെ മികച്ച റെസ്റ്റോറൻറ്റുകളാണ് വാട്ടർ ഫ്രണ്ട് കഫേ, മൈ ഫ്രണ്ട്സ് പ്ലേസ്, അക്വാട്ടിക് ക്ലബ്, മസ്റ്റർ റെസ്റ്റോറൻറ്റ്, ഷാന്തീസ് റം ആൻഡ് റോട്ടി എന്നിവ. ബാർബഡോസിലെ ഗ്രാൻലി ആഡംസ് അന്തർദേശീയ വിമാനത്താവളം അമേരിക്കൻ നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നു. അതുപോലെ ബ്രിട്ടീഷ് എയർവേസ് ഇവിടെ നിന്ന് ലണ്ടനിലേക്കും സർവീസ്